ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹമുണ്ട്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അധികം പ്രചാരത്തിലിരിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ പ്രവർത്തനം, വിശ്വാസത്യാഗം ഉളവാകുന്ന അവസ്ഥ, അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അനേകർ ഇതറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ സ്ഥായിയായി ഈ വിശ്വാസത്തിൽ ബലപ്പെട്ടു പോകേണ്ടത് ആവശ്യമാണ്. നാം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടല്ല, തിരുവചനത്തിൻ്റെ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. അത് അത്യാവശ്യമാണ്. തിരുവചനം അത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുക വേണം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 11-12 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞ വാക്കാണ്: കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഈ കാലഘട്ടത്തെപ്പറ്റി കർത്താവായ യേശുക്രിസ്തു മുൻകണ്ട് നമ്മളെ അറിയിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 24-25 പറയുന്നു: ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ മുന്നറിയിപ്പ്? ഈ മുന്നറിയിപ്പാണ് അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അതായത് ശേഷം 24-24 പറഞ്ഞ വാക്കാണ്. സഹോദര സഹോദരികളെ, നാം തിരുവചനം കൂടുതൽ എരിവോടുകൂടി ആഗ്രഹത്തോടുകൂടി ശ്രദ്ധ വെച്ച് ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാനും വചനം ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനും ദുരുപദേശങ്ങളെയും കപടത നിറഞ്ഞ കള്ളപ്രവാചകന്മാരെയും തിരിച്ചറിയുവാനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും നിലനിൽപ്പാനും ദൈവവചനത്തിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയപ്പെടുവാനും സാധ്യമായി തീരും. അതിനാൽ വചനം നാം നന്നായി അറിഞ്ഞിരിക്കണം. കാരണം നാം പാപത്തിന് വീണ്ടും അടിമയാകാതിരിക്കാൻ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 119-ന്റെ 10-11 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. വചനം നമ്മെ നേർപാതയിൽ വഴി നടത്തും എന്നുള്ളതാണ് 119 സങ്കീർത്തനം 119 105 വാക്യത്തിൽ നാം വായിക്കുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. തിരുവചനം അറിയാത്തതിനാൽ നാം തെറ്റായ വഴികളിലേക്ക് നയിക്കപ്പെടാം എന്ന് യേശുക്രിസ്തു പറഞ്ഞതായിട്ട് മത്തായിയുടെ സുവിശേഷം 22-29 ഇപ്രകാരം യേശുക്രിസ്തു പറഞ്ഞു. യേശു ഉത്തരം പറഞ്ഞത്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകും. അന്ത്യനാളുകൾ അവസാനിക്കാറാകുമ്പോൾ വ്യാജ ഉപദേഷ്ടാക്കന്മാരും പ്രസംഗകരും വർദ്ധിക്കുമെന്ന് തിരുവചനം മുൻകണ്ടറിയിച്ചു. ഇവരുടെ പ്രവർത്തികൾ വഴി ക്രിസ്തീയ മാർഗം ദുഷിക്കപ്പെടുകയും ഭൂരിഭാഗം വിശ്വാസത്യാഗത്തിലാകുകയും ദൈവവചനത്തോടും ദൈവിക നീതിയോടും വിശ്വസ്തത പുലർത്തുവാൻ എന്നവർ കുറഞ്ഞു പോവുകയും ചെയ്യും. വ്യാജ വിശ്വാസക്കൂട്ടങ്ങൾ ഇപ്രകാരമുള്ള വ്യാജ ഉപദേശകർക്ക് സഹായികളായി നിൽക്കുക. കാരണം യഥാർത്ഥ വിശ്വാസികളിൽ സംശയത്തിൻ്റെ വിത്ത് മുളച്ചു വിശ്വാസത്യാഗത്തിലായിത്തീരും. പ്രത്യേകിച്ച് പുതുതലമുറയിൽ വലിയൊരു കൂട്ടം യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു ഈ കാരണങ്ങൾ. ഇപ്രകാരമുള്ള വ്യാജ വിശ്വാസികൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തോട് ഘടകവിരുദ്ധമായി പുതിയ മാനുഷിക വെളിപ്പാടുകൾ സ്വീകരിക്കുകയും ദൃശ്യ സഭയിൽ തന്നെ തിരുവചന സത്യങ്ങളോട് എതിർപ്പിന് കാരണമായി തീരുകയും ചെയ്യും. ഇവർ ഇങ്ങനെയുള്ളവർ എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2 തിമോഥെയോസ് 4-3-4 വാക്യങ്ങളിൽ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചു. സത്യത്തിൽ ഇങ്ങനെയുള്ളവർ
നല്ല വയലിനിടയിൽ സാത്താനാൽ വിതയ്ക്കപ്പെട്ട കളകളത്രേ. വളർച്ച കാലത്ത് അവരെ തിരിച്ചറിവാൻ സാധിക്കും. ഈ കളകൾ ഒന്നിച്ച് വളർന്നു വരുമ്പോൾ നമുക്കത് തിരിച്ചറിയാം, കള ഏത് നല്ലതേത്. ഇവർ വളച്ചൊടിക്കപ്പെട്ട സുവിശേഷം പ്രസംഗിക്കുന്നു. ആടുകളുടെ മുഖം മൂടി അണിഞ്ഞ ചെന്നായ്ക്കൾ തന്നെ. ദൃശ്യസഭകളിൽ അതുപോലെ ക്രിസ്തുമാർഗത്തിലുള്ള വൈദിക പാഠശാലകളിൽ സഭയിൽ സുപ്രധാനവും നിർണായകവുമായ സ്ഥാനങ്ങൾ കൈയടക്കി സഭയിൽ സംഘർഷാവസ്ഥ ഉളവാക്കി തങ്ങൾക്ക് തുണയാളികളായ വ്യാജ വിശ്വാസികളുടെ സഹോദരത്തുകൂടി സഭയിൽ തന്നെയുള്ള അനേകരെ വഴിതെറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യും. ഇതിന് ഉദാഹരണം നമ്മുടെ നാട്ടിലെ ഒക്കെ എന്നും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ആരെല്ലാം എന്നും എങ്ങനെയുള്ളവരെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ കളകളെ അവരുടെ കണ്ണ് ധനസമ്പാദനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും. അതിനായി പല ഉപാധികൾ അവർ തിരഞ്ഞെടുക്കും. പള്ളിപണി, പരസഹായം, ധർമ്മസ്ഥാപനം, ജീവകാരുണ്യ പ്രവർത്തനം, വിവാഹ ഫണ്ട്, ശവക്കല്ലറ ഫണ്ട്, കൂടാതെ മാസവരി, അങ്ങനെ പല വിധത്തിലുള്ള പദ്ധതികൾ, ഉപാധികൾ അവർ ഒരുക്കും. ഇതിൽ ദൈവികമായ പേർ പറഞ്ഞ ദശാംശം, വാർഷിക വരുമാനത്തിൻ്റെ ഒരു മാസത്തെ വരുമാനം, അങ്ങനെ പല വിധത്തിൽ അവർ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനത്തിന് മുതൽ കൂട്ടുന്നു. യഥാർത്ഥത്തിൽ സഭ എന്ന പേരിൽ അവർ സ്ഥാപനം നടത്തുന്നു. അതാണ് സത്യം. ഇതെല്ലാം സ്വയം അധ്വാനിക്കാതെ വിശ്വാസികൾ എന്ന ജനത്തിൽ നിന്നും പിരിക്കുന്നു. ജനം എങ്ങനെ ജീവിക്കുന്നുവെന്ന് അവർക്കറിയേണ്ട കാര്യമില്ല. സാധുക്കളായ വിശ്വാസികൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാതെ വരും. ദൈനംദിന കാര്യങ്ങൾക്കായി ബുദ്ധിമുട്ടി കഴിയുന്നു. ഇപ്രകാരമുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്രകാരമുള്ള വ്യക്തിജീവിതങ്ങൾ ചെയ്യുന്നത്. അവരെ അതിനുവേണ്ടി ഭയപ്പെടുത്തും ദൈവവചനത്തിലൂടെ. നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം നിന്നോട് മുഷിവുള്ളവനായിത്തീരും എന്ന്. ദൈവത്തിന് നിന്റെ ധനം കൊണ്ട് ആവശ്യമില്ല. ഭൗതികമായ ഈ ലോകത്തിൻ്റെ യാതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഓർത്തുകൊള്ളുക, ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് ഏറ്റവും വിലപ്പെട്ട നിന്റെ ആത്മാവാണ്, നിന്റെ സമർപ്പണമാണ്. ദൈവത്തെ ആഴമേറി സ്നേഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തോട് കൂടെ നടക്കുവാൻ പഠിക്കണം. പക്ഷേ മുകളിൽ പറഞ്ഞ കൂട്ടർക്ക് അതിൽ അശേഷം കരുണയില്ല എന്നതാണ് വാസ്തവം. കള്ളപ്രവാചകൻ സമൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞ് മനുഷ്യരെ അനുദിനം വശീകരിക്കുന്നു. തിരുവചനം പറയുന്നത് ദ്രവ്യാഗ്രഹികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന സത്യം അവർ മറന്നുകളയും. എഫെസ്യർ 5:5 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കൊലോസ്യ ലേഖനം 3:5, 6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ കൂട്ടർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓർത്തുപോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വ്യക്തതയോട് പറഞ്ഞു. 1 തിമോഥെയോസ് 6:7-8 വാക്യങ്ങൾ പറഞ്ഞു, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഇതാണ് വാസ്തവം. നാം ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. ഉണ്മാനും ഉടുപ്പാനും അന്നത്തേത് മതി എന്ന് വയ്ക്കുക. എത്ര സന്തോഷകരമാണ് നാം അത്യാർത്തി ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അനുദിനം ദൈവം നടത്തിത്തരുമെന്ന് വാഗ്ദത്തം ചെയ്യുക. 1 തിമോഥെയോസ് 6:10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ഇതാണ് കാരണം. ഈ സ്വാർത്ഥ ചിന്ത, ഈ ധനമോഹം, അത് മനുഷ്യരെ സമാധാനത്തിൽ ഇല്ലാതാക്കി തീർക്കുന്നു. അവർ അശാന്തിയിലായിരിക്കും. ഇവർ തന്നെയല്ല, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എല്ലാം ഇപ്രകാരം ജനത്തിൽ നിന്ന് ചൂഷണം ചെയ്ത് സുഖലോലുപതയിൽ ജീവിക്കുന്നു. ഇതൊരു ചെറിയ വർഗമാണ്, ഒരു കൂട്ടരാണ്. കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു വർഗമാണ്, ഒരു ചെറിയ കൂട്ടമാണ്. കർത്താവ് നൽകിയ മഹാനിയോഗം ഇപ്രകാരമുള്ളവർ പാടെ മറന്നുകളയുകയാണ്. എന്താണ് ആ മഹാനിയോഗം? അത് നാം അറിഞ്ഞിരിക്കണം. മത്തായി സുവിശേഷം 22:19
20 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനും ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന 15 16 വാക്യങ്ങളിൽ, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് 24:46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും എന്ന് എഴുതിയിരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ഈ കൂട്ടർ, ഈ കള്ളപ്രവാചകൻ പ്രവർത്തിക്കും. അവരുടെ പ്രവൃത്തികളെ സ്വയം ന്യായീകരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാനും അവർ മിടുക്കരാണ്. ചിലർ സത്യത്തെ വിട്ടുകളഞ്ഞു മനുഷ്യർക്ക് എന്ത് ഇഷ്ടമാകുന്നുവോ അത് പറഞ്ഞവരെ സന്തോഷിപ്പിക്കുന്നു. ലോകത്തെക്കാൾ വിലയുള്ള ആത്മാക്കളെ ഇതുവഴി നഷ്ടമാകുന്നു. അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? ലോകത്തെക്കാൾ വിലയുള്ള ആത്മാക്കളെ ഇതുവഴി നഷ്ടമാകുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടത് ആത്മാവിനെയാണ്, എൻ്റെ ജീവനെ, എൻ്റെ ആത്മാവിനെയാണ്, അല്ലാതെ എൻ്റെ ധനവും ഞാൻ ഭൗതികമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവകളല്ല. തിരുവചനം തന്നെ പറഞ്ഞില്ലേ, അല്പം ഉള്ളത് ഉണ്ണാനും ഉടുപ്പാനും ഉള്ളത് മതിയെന്ന്, എങ്കിൽ ഞാൻ എവിടെ നിന്ന് നൽകും? അത് ഓർത്തിരിക്കുക. നിങ്ങളെ വലയ്ക്കുന്ന കള്ളപ്രവാചകന്മാർ, പ്രവണതകളുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ദൈവത്തിന് എന്താണ് ആവശ്യം, ദൈവം എന്താഗ്രഹിക്കുന്നു, അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഇതിനോടുകൂടി നാം നോക്കിയാൽ ലോകമെങ്ങും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഭൂതാരാധനയിലും ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും ആത്മാരാധനയിലും ആൾദൈവങ്ങളുടെ ആരാധനയിലും സാത്താന്യ മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരിൽ സാത്താന്യ ശക്തികളുടെയും ഭൂതാത്മാക്കളുടെയും സ്വാധീനം വളരെ വർദ്ധിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 4:1 പറയുന്നു, എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വളരെ വ്യക്തതയോടെയാണ് പറയുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ അധർമ്മം പെരുകും. നാൾക്ക് നാൾ ദൈവത്തിനെതിരായ മത്സരവും ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയും സ്വാർത്ഥതയും സ്വവർഗഭോഗവും എല്ലാവിധ ലൈംഗിക അരാജകത്വവും സമൂഹത്തെ മൂടിയിരിക്കും. ഇതൊക്കെ നാം ഇന്ന് കാണുന്നതാണ്. ഈ അവസ്ഥയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് മുൻകണ്ട് പറഞ്ഞു. 2 തിമോഥെയോസ് 3:1-8 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം വളരെ വ്യക്തതയോട് പറഞ്ഞിരിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വിശ്വാസിയോട് പറയുന്നത്, യഥാർത്ഥ വിശ്വാസിയോട് പറഞ്ഞ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂന്ന് കടക്കുകയും പാവങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരാണ് ഈ സഭായോഗങ്ങളിലൊക്കെ അധികമായിട്ട് പോകുന്നത്. പക്ഷെ അവരുടെ ഉള്ളങ്ങളിൽ സ്വാർത്ഥതയും അവരുടെ ഉള്ളങ്ങളിൽ ധനാഭിലാഷവും മാത്രമായിരിക്കും. തൻ്റെ ആത്മാവിനെ നേടണമെന്നുള്ള ചിന്തയോടെ പോകുന്ന പെണ്ണുങ്ങൾ, ഇത് അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്. ഇത് ഭൗതിക ജീവിത ചിന്താഗതികളിൽപ്പെട്ട് ഉഴലുന്ന സ്ത്രീകളെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളവരെ സ്വാധീനിക്കുവാൻ ഇവർക്ക്, ഈ കള്ളപ്രവാചകന്മാർക്ക് സാധ്യമായി തീരും. അവരെ അങ്ങനെയുള്ള വഴിയിലേക്ക് നയിക്കും എന്ന് തിരുവചനം മുന്നേ കണ്ട് പറഞ്ഞു.
ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യന്നൂസും യംബ്രോസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്ത് നിൽക്കുന്നവരാണ്. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. അതുപോലെ 2 തിമോഥെയോസ് 3:13 പറയുന്നു, ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഇന്ന് അനേകരും മായാവികളാണ്, വഞ്ചകന്മാരാണ്, ദുഷ്ട മനുഷ്യരാണ്. അവര് ഈ കള്ളപ്രവാചകന്മാരാണ്. അവർ കാണിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് പലവിധമായ പറയും, എന്നോട് ദൈവം സംസാരിക്കുന്നു, ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു, ഉച്ചയ്ക്ക് സംസാരിച്ചു, വൈകിട്ട് സംസാരിച്ചു, അദ്ദേഹത്തോട് മാത്രമേ, ആ വ്യക്തിയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയും. പക്ഷേ ഈ വന്നുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരുവനെങ്കിലും പറയട്ടെ എന്നോട് ഇന്ന് കർത്താവ് സംസാരിച്ചു. കാരണം എന്താണ്? ഇതിങ്ങളെ മാറ്റി അതുങ്ങളോട് ഈ കപടത പറഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ അകറ്റിക്കളയുന്ന അവസ്ഥയാണ്. നാം ഓരോരുത്തരോടും ദൈവം യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആ ദൈവം നമ്മളെ അറിയുന്ന, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ആവശ്യം ആടുകളെയാണ്. നാം ആണ് ആടുകൾ, അല്ല ഇടയന് നോക്കാൻ വെച്ചിരിക്കുന്ന വേലക്കാരല്ല. അവരെക്കാൾ സ്ഥാനം നമ്മൾക്കാണ്, ആടുകൾക്കാണ്. അത് ഓർത്തിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ആടുകളാണ്. ആടുകൾ കർത്താവിൻ്റെ വിലപ്പെട്ട മുത്തുകൾ. നാം ആ ആടുകൾ ആ ഉടയവനിലേക്ക് നോക്കണം, വേലക്കാരിലേക്കല്ല. വേലക്കാരൻ പലപ്പോഴും നല്ലവനുണ്ടാകാം, അഴുക്കായിട്ടുള്ളവരുണ്ടാകാം. പക്ഷേ നാം ഓരോരുത്തരും ആടുകളെങ്കിൽ കർത്താവെ ആടായെന്ന് അടിയനോട് കരുണ കാട്ടുന്നു, അങ്ങയുടെ ദൃഷ്ടി അടിയന്മേൽ പതിയണമേ എന്ന് പറയുക. അവിടെ ദൈവം നിങ്ങളുടെ മേൽ കനിവ് കാട്ടും. ഈ അവസ്ഥ ഉളവാകുമ്പോൾ യഥാർത്ഥ സ്നേഹം കാണുവാൻ സാധ്യമല്ലാതാകുമെന്ന് യേശു ക്രിസ്തു മുൻകണ്ടു പറഞ്ഞു. എപ്രകാരമുള്ള അവസ്ഥ? ഈ കള്ളപ്രവാചകന്മാർ, ഈ പ്രവചനങ്ങൾ ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളുടെയൊക്കെ അവസ്ഥയിൽ പല കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ അവിടെ ഒക്കെയും സ്നേഹമില്ലാതാകും. കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 24:4-12 വരെ അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് ആരോടാണ് പറയുന്നത്? കർത്താവിൻ്റെ ആ ആടുകളോടാണ് ഈ പറയുന്നത് ഈ വാക്കുകൾ. നമ്മൾ ഓരോരുത്തരോടുമാണ് കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്. ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കർത്താവിൻ്റെ പേരെടുത്തുകൊണ്ടാണ് ഇവരുടെ വരവ്. അതുകൊണ്ട് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. കർത്താവ് പറഞ്ഞ എന്താണ്? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അവർ വിശ്വാസത്യാഗത്തിലേക്ക്, വിശ്വാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോകും. അങ്ങനെ ആകരുത്. നാം നമ്മുടെ ഉടയവനിലേക്ക് വിശ്വാസത്തോട് നോക്കണം. ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുറ്റും സംഭവിക്കുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട. നമ്മളോട് കൂടെ കർത്താവിൻ്റെ ആത്മാവുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. അതിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തോട് പറ്റിച്ചേരണം. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ, മുൻപറഞ്ഞ കാരണങ്ങളാൽ വിശ്വാസത്യാഗം വർദ്ധിച്ചു വരുമെന്ന് തിരുവചനം പറയുന്നു. എന്താണ് വിശ്വാസത്യാഗം? ഇതറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഈ വിശ്വാസത്യാഗം? വിശ്വാസത്യാഗം എന്നത് ഒരിക്കൽ രക്ഷയും പുതുജനനവും പരിശുദ്ധാത്മാവിനാലുള്ള പുതുക്കവും അനുഭവിച്ചവർക്ക് മാത്രമേ വ്യക്തിപരമായി വിശ്വാസം ത്യജിക്കുവാൻ സാധിക്കൂ. എബ്രായലേഖനം 6:4-6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതെന്താ പറയുന്നത്? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അങ്ങനെയുള്ള വ്യക്തികളാണ്. അല്ലാതെ ഇന്നത്തെ ദൃശ്യസഭയിൽ രക്ഷിക്കപ്പെടാതിരിക്കുന്ന ഒരുവൻ പുതുനിയമ ഉപദേശത്തെ ത്യജിക്കുന്നതല്ല വിശ്വാസത്യാഗം.
അവൻ്റെ ഉള്ളെങ്കിൽ ഒരു വ്യതിയാനം ഉണ്ടായിട്ടില്ല. അവൻ അങ്ങനെ തന്നെയാണ്. അവൻ വിശ്വാസത്യാഗിയാണ് ഓൾറെഡി. അവൻ വിശ്വാസമില്ല അവൻ്റെ ഉള്ളിൽ. അതിനാൽ ഒരു യഥാർത്ഥ വിശ്വാസി ക്രിസ്തുവിനോടുള്ള ഐക്യം ഉപേക്ഷിക്കുന്നത് ഭയങ്കര നാശത്തിലേക്ക് വഴിതെളിക്കും. വിശ്വാസത്തിലും അനുസരണത്തിലും നാം നിലനിൽക്കണം. എബ്രായലേഖനം 3:12-14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പിൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇപ്രകാരമുള്ള ഉപദേശകരും വ്യാജ വിശ്വാസികളും എങ്ങനെയുള്ളവർ എന്ന് തിരുവചനം വ്യക്തതയോട് പറയുന്നുണ്ട്. യൂദ 10-13 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർ കയ്യോ കഷ്ടം. അവർ കായിന്റെ വഴിയിൽ നടക്കുകയും കൂലി കുതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരമാലകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. അങ്ങനെയാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നതിനെയൊക്കെയും ഈ പ്രകാരമുള്ള വ്യക്തികൾ. അവരുടെ ഉള്ളങ്ങളിൽ കപടതയുണ്ട്, കാപട്യമുണ്ട്. അവരുടെ സ്വാർത്ഥ ഇച്ഛയ്ക്കനുസരണമായിട്ടാണ് അവർ തിരുവചനത്തെ പറയുന്നത്. അത് അവിടെയും ഇവിടെയും ചേർത്ത് വെച്ച്. കാരണം എന്താണ്? അനേകർ വചനം പഠിക്കുന്നില്ല, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. അവരെ വഞ്ചിക്കുവാൻ വളരെ എളുപ്പമാണ്. അവിശ്വാസമുള്ള ഹൃദയം നിമിത്തം ദൈവത്തിൽ നിന്ന് പിന്മാറുന്നു, പിന്നെയും തങ്ങൾ വിശ്വാസത്തിലാകുന്നു എന്ന് ചിന്തിച്ചേക്കാം. അതുപോലെ ക്രിസ്തീയ ഭവനത്തിൽ പിറന്നതുകൊണ്ട് വിശ്വാസി എന്ന പദവി പ്രാപിക്കുന്നില്ല, ഒരു ക്രിസ്തീയ വ്യക്തിയായിട്ട് ജനിച്ചതുകൊണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഹിതത്തെയും തിരുവെഴുത്തുകളെയും അവഗണിക്കുന്നവർക്ക് വിശ്വാസികളായി തുടരാൻ സാധ്യമല്ല. ഇത് ആത്മവഞ്ചന ഉളവാക്കും. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പ്രബോധിപ്പിച്ചു. 2 കൊരിന്ത്യർ 13:5 പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. ഒരു വ്യക്തിക്കറിയാം എൻ്റെ ഉള്ളങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നുവോ ഇല്ലയോ. അവൻ അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തുവിന് അനുരൂപമായിട്ട് അവൻ്റെ ജീവിതമായിരിക്കും. സൗമ്യതയോട്, താഴ്മയോട്, വിനയത്തോട്, എളിമയോട്, സ്നേഹത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവനായിട്ട്, സഹിഷ്ണുതയുള്ളവനായിട്ട്, ദീർഘക്ഷമയുള്ളവനായിട്ട് അവൻ തീരും. കാര്യം, ആരും നശിച്ചു പോകുവാൻ ദൈവം ഇച്ഛിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുണ്ടായി 1:18 യഹോവ അരുളി ചെയ്യും, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പുള്ളപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അനുദപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അവൻ്റെ പാപങ്ങളെ അകറ്റി അവനെ ശുദ്ധീകരിച്ച് അവനെ സ്വന്തമാക്കി തീർക്കുന്ന ഒരു ദൈവം നിങ്ങളെ ദുഷിക്കുകയോ നിന്ദിക്കുകയോ തള്ളുകയല്ല. ഇന്നത്തെ കള്ളപ്രവാചകന്മാർ പറയും, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശപിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ അങ്ങനെ ചെയ്തു കളയുമെന്ന് പറയുമ്പോൾ ഓർക്കുക, അതൊക്കെയും കവടതയാണ്. കാര്യം, യഹോവയായ ദൈവം യേശു അപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ നിഷ്കളങ്കരായിരിക്കാൻ, നിർമ്മലരായിരിക്കാൻ നമ്മുടെ യാതൊന്നും ആ കർത്താവിന് ആവശ്യമില്ല, യാതൊന്നും ആവശ്യമില്ല. ഭൗതികമായിട്ട് ഒരു സമർപ്പണം മതി. ആ സമർപ്പണം ആ ദൈവസന്നിധിയിലേക്ക്, അയ്യോ കർത്താവേ, ഞാൻ പാപിയാകുന്നു, എന്നിൽ കുറവുണ്ട്, എൻ്റെ ബലഹീനതയെ അറിയുന്നവനായ ദൈവം അങ്ങാണ്, കർത്താവേ എന്നോട് ദയ കാട്ടണമേ എന്ന് പറഞ്ഞാൽ, കണ്ണുനീരൊലിപ്പിച്ചാൽ
മനസ്സിലെയ്യുന്ന ഒരു തമ്പുരാനാണ് തമ്പുരാൻ. മനുഷ്യൻ്റെ വാക്കുകളെയല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. അത് തിരുവചനം എന്നോട് സംസാരിക്കും. യശയ്യാപ്രവാചകൻ 55-ന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഈ നീതികെട്ടവനോ, നീ ദുഷ്ടനോ, വഞ്ചകനോ, ചതിയനോ, നീ മനസ്സോട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ കർത്താവ് അവനോട് കരുണ കാണിക്കുമെന്ന് യശയ്യാപ്രവാചകനിൽ പറയുകയാണ്. അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അല്പമായിട്ടില്ല, ധാരാളം ക്ഷമിക്കും. ധാരാളമായി ക്ഷമിക്കുമെങ്കിൽ ഇന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ, ആത്മീയ ഗുരുക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ പറയുന്ന വാക്കുകൾ എത്ര അവിശ്വസ്തത നിറഞ്ഞു, എത്ര വഞ്ചന നിറഞ്ഞതാണ്. ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നെങ്കിൽ അത് മാനുഷ്യമായ ചിന്താഗതികളാണ്. അവനെ ഭയക്കണ്ട, അങ്ങനെയുള്ളവനെ പറ്റി ഭയക്കേണ്ട കാര്യമില്ലെന്ന് തിരുവചനം പറയുന്നുണ്ട്. അവനെപ്പറ്റി യാതൊരു വിധത്തിലും പറയേണ്ട. നീൽ ഡൗൺ, നീ ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കും. നിന്റെ ഭവനത്തിൽ ചെന്നിട്ട്, നിന്റെ വീട്ടിൽ ചെന്നിട്ട് ഏകാന്തതയിൽ ദൈവത്തോട് പറയുക, കർത്താവേ, അടിയനിൽ കുറവുകൾ ഉണ്ടാകാം, ബലഹീനരാണ്, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയോട് ഒന്നു ചേർന്ന് ചേർപ്പാൻ, ഒന്നായി തീരുവാൻ ആഗ്രഹിക്കും. അടിയനോട് കരുണ കാട്ടണം. കർത്താവ് പറയില്ല, നീ ധനം കൊണ്ടുപോവാ, സമ്പത്ത് കൊണ്ടുപോവാ, മറ്റ് കാര്യങ്ങൾ നീ കൊണ്ടുപോവാ, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്. അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, അല്ലാതെ തന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ താഴ്മ, നിന്റെ വിനയം, അത് അതിനൊരു ഉദാഹരണമാണ്. നിനവിയിലെ വ്യക്തി ജീവിതങ്ങൾ ഒരൊട്ടുടുത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു. ഇടം കൈയും വലം കൈയും അറിയാത്ത വ്യക്തി ജീവിതങ്ങൾ, അവരെ ദൈവം നന്മയിലേക്ക് നയിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുവൻ തൻ്റെ ആത്മീയ നിലയെക്കുറിച്ച് ആത്മാർത്ഥമായ ഉത്കണ്ഠയുള്ളവനും അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഹൃദയത്തിൽ പൂർണ്ണമായ ആഗ്രഹമുള്ളവരുമായ ഏതൊരു വ്യക്തിയെയും അക്ഷന്തവ്യമായ വിശ്വാസത്യാഗം എന്ന പാപം ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൽ മാത്രം ആശ്രയം വയ്പ്പിൻ. സ്നേഹത്തോടും സഹിഷ്ണുതയോടും പൂർണ്ണ സമർപ്പണത്തോടും വിശ്വാസത്തിൽ അനുസരണത്തോടും കൂടി അനുദിനം ഉറപ്പുള്ളവരായി ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവിൻ. ഈ അല്പകാല ലോക ജീവിതത്തിൽ നാം ക്രിസ്തുവിൽ ജയാളികളായി നിത്യജീവനിൽ പ്രവേശിപ്പാൻ പ്രത്യാശയോടുകൂടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിതം നയിപ്പീൻ. എപ്പോഴും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടി ജാഗരിപ്പീൻ. പിശാചിന്റെ തന്ത്രങ്ങളിൽ പെടാതിരിപ്പീൻ. യേശു ക്രിസ്തുവിനെ അനുകരിപ്പീൻ. ഇന്നത്തെ വചനം നിങ്ങളെയൊക്കെയും സ്പർശിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നിങ്ങളുടെ സംശയങ്ങൾ മാറണം. വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് പരിഭ്രാന്തരായി തീരുകയല്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി ദൈവത്തോട് യാചിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന കള്ളപ്രവാചകന്മാർക്കും അങ്ങനെയുള്ള ദുരുപദേശന്മാർക്കും ആയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെയും മനസ്സ് പുതുക്കത്തിലേക്ക് വരണമെന്ന്. കുഞ്ഞാടുകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. വേലക്കാരുടെ അല്ല, കുഞ്ഞാടുകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. കർത്താവിന് നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നാം ആത്മാ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ വിശുദ്ധരും നിർമ്മലരുമായിട്ട് തീരേണ്ട വ്യക്തി ജീവിതങ്ങളാണ്. അത് പറയുന്നത് നമ്മളെ മഹാപുരോഹിതന്മാരാക്കിയിരിക്കുക. ആ മഹാപുരോഹിതന്റെ സന്നിധിയിൽ നാം പുരോഹിത വർഗമാണ്. ദൈവത്തിനുള്ള വ്യക്തി ജീവിതങ്ങളാണ്. അതിനാൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ എപ്പോഴും നിർമ്മലതയോടും സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടി ആയിരിക്കാൻ ഇടയാക്കണം. നമ്മൾ പരിഭ്രമിക്കേണ്ട, പേടിക്കേണ്ട, ആരെയും ഭയപ്പെടേണ്ട. കാര്യം നമ്മുടെ ഉടയവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയും ഭയത്തിനടിമയല്ല. അവരൊക്കെയും നിർമ്മലന്മാരും ദിവ്യ ഗുണമുള്ളവരുമാണ്. തിരുവചനത്തിലെ ഇബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, ഞാൻ അവരെ സൽഗുണ പൂർണ്ണതയിലേക്ക് വഴി നടത്തും. ഇതൊക്കെ സത്യമാണ്. കാര്യം നമ്മുടെ ഉള്ളങ്ങളിൽ ആ ദൈവതേജസ് നിൽക്കുമ്പോൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും, എൻ്റെ ഉള്ളങ്ങളിൽ കർത്താവുണ്ടോ ഇല്ലേ എന്ന്. അതോ ഞാൻ ലോകഗതിക്കനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയോ എന്ന്.
കർത്താവിനെ അറിയുന്നവർ മറ്റുള്ളതിനെ പറ്റി യാകുല ചിന്തപ്പെടില്ല. ഈ ലോകത്തിൻ്റെ മായമോഹ ചിന്തകളെപ്പറ്റി അവർ യാകുലപ്പെടുകയില്ല. ഇന്ന് ഉണ്ണാനുണ്ടോ ഉടുക്കാനുണ്ടോ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളങ്ങളിൽ അവരെ പ്രയാസപ്പെടുത്തുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ഇല്ല എങ്കിൽ ഞാൻ ഇല്ലാത്തതുപോലെ ജീവിക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞു. അങ്ങ് തരുന്നില്ലയോ, എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇന്നും പ്രാർത്ഥനയിൽ പറയുന്നത്, കർത്താവെ, അങ്ങയുടെ ആഗ്രഹമല്ലാതെ ഒന്നും അടിയൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അടിയൻ്റെ സ്വയം ഇച്ഛയായിട്ടൊന്നും വേണ്ട, എല്ലാം അങ്ങയുടെ ഇച്ഛ പോലെ ആയിരിക്കണം. അങ്ങ് എന്നിൽ പൂർണ്ണ കർത്തൃത്വം നടത്തണം, മറ്റൊന്നും വേണ്ട. ആ വലിയ സന്തോഷം ഇന്നും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ദൈവം എന്നെ നയിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം പറയും. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലം നൽകുന്നില്ല, അത് മറ്റുള്ളവരിലേക്ക് പകരുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം അവരും വ്യാകുല ചിന്തയിൽ നിന്ന് വ്യതിയാനപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക്, സംശയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിയിൽ വരണം. സംശയാലുക്കളായി തീരുകയില്ല വേണ്ടത്. നാം വിശ്വാസത്തിൽ ബലപ്പെടുകയാണ് വേണ്ടത്. കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത്. അതിനുള്ള അവസരം തരട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കൃപയിൽ പുതിയട്ടെ. വീണ്ടും വചനം ായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും വരെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.